ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂലോട്ട് കൂടെ സ്വാഗതം. അപ്പോൾ ഇതിന് ശേഷം ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ പത്തനംമാറ്റിൻ്റെ 2 അപ്കമിങ് എപ്പിസോഡ് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഈ അമ്മ പറഞ്ഞിട്ട് പോകുന്നത് എന്താ? അമ്മ ഏതോ ഒരു ആലോചന കൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നു, നാളെ അവനെ കാണാനായിട്ട് ആളുകൾ ഇവിടെ വരുന്നു എന്ന് കൂടെ പറയുന്നു. എന്താ അച്ഛൻ ഇതിന് പിന്നിൽ? അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ്, ആവോടാ, എനിക്ക് സത്യത്തിൽ അറിയില്ല ആരാ വരുന്നത്, എപ്പോഴാണ് വരുന്നത്, എന്താ എങ്ങനെയുള്ളവരാണ് ഒന്നും അറിയില്ല. എന്തായാലും നമ്മൾ കൊണ്ടുവന്ന ആലോചന അത് നടന്നില്ല. ഇനിയിപ്പോൾ അവളുടെ ഇഷ്ടം പോലെ അവൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കട്ടെ, വന്ന് പോയതിന് ശേഷം നമുക്ക് നോക്കാം വേണോ വേണ്ടേ എന്നുള്ളത്. ആദ്യം അവരൊന്ന് വരട്ടെ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതിനുശേഷം ചന്ദ്രനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ രേവതി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര രേവതിയുടെ അടുത്തേക്ക് എന്നിട്ട് രേവതിയോട് പറയാണ്, നാളെ പെണ്ണുവീട്ടുകാരൊക്കെ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തേക്കണം, ഇന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം, നല്ല രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്തേക്കണം എന്നൊക്കെ ഇങ്ങനെ രേവതിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതിയും പറയുകയാണ്, ശരിയമ്മേ, ഞാൻ അതുപോലെയൊക്കെ തന്നെ ചെയ്തേക്കാം എന്ന് പറയാണ്. ആ സമയത്ത് ചന്ദ്ര രേവതിയോട് പറയണം, ഒരു കാര്യം കൂടെ എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്തായാലും നാളെ പെണ്ണുവീട്ടുകാർ വരുന്ന സമയത്ത് സച്ചി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയെങ്കിലും നീ സച്ചിയെ ഇവിടെ നിന്ന് പുറത്തേക്ക് പറഞ്ഞു വിട്ടേക്കണം. പെണ്ണ് വീട്ടുകാരുള്ള സമയത്ത് സച്ചി എങ്ങാനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അലമ്പുണ്ടാക്കിയിട്ട് അവരെ പറഞ്ഞു വിടും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി അവൻ ഇവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അത് നീ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇതൊക്കെ സച്ചി കേൾക്കുന്നുണ്ട്. സച്ചി വേഗം തന്നെ കൈയടിക്കുകയാണ്. ഓ, ചന്ദ്രയുടെ ബുദ്ധി അപാരം തന്നെ. ഞാനേ വിചാരിച്ചതേ നാളെ എന്തായാലും ഓട്ടത്തിന് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത്രയും രേവതിയോട് പറഞ്ഞത് ഞാൻ കേട്ട സ്ഥിതിക്ക് നാളെ ഞാൻ ഓട്ടത്തിന് പോകുന്നില്ല. എന്തായാലും പെണ്ണ് വീട്ടുകാർ വന്നു പോയതിന് ശേഷം മാത്രമേ ഞാൻ ഓടാനായിട്ട് പോകുന്നുള്ളൂ. അതുപോലെ അതേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, നീ ഓട്ടത്തിന് പൊയ്ക്കോ, ഈ പെണ്ണ് വീട്ടുകാർ വരുന്ന സമയത്ത് നീ ഇവിടെ വേണ്ടാന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയാണ്, അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ നിൽക്കും, ഇല്ലെങ്കിൽ ഞാൻ നിൽക്കില്ല, എന്തായാലും ഞാനിവിടെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പോവുകയാണ് കേട്ടോ. അടുത്ത സീനിലേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ വീട്ടിലാണ്. അപ്പോൾ വർഷയുടെ അച്ഛനാണെങ്കിൽ വർഷയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ മകനെ കല്യാണം ആലോചിക്കുകയാണ്. അപ്പോൾ അവരും വർഷയെ നാളെ നേരിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അമ്മ വരികയാണ്. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയുകയാണ്, കോളൊക്കെ കട്ട് ചെയ്തിട്ട്, എന്തായാലും അവർക്ക് വർഷേനെ നന്നായിട്ട് ഇഷ്ടമാണ്, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, കുട്ടിക്കാലത്തല്ലേ കണ്ടത്, അവളെ എന്തായാലും നാളെ നേരിട്ട് കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ്. എന്തായാലും രാവിലെ തന്നെ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, സാധാരണ പെണ്ണ് കാണാനായിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്കല്ലേ ചെക്കൻ വരിക, ഇതെന്തിനാ നമ്മൾ അവരുടെ വീട്ടിൽ പോയി ചെക്കനെ കാണുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ്, അവരുടെ ആ ഒരു സ്റ്റാറ്റസിനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്ക് അങ്ങനത്തെ ഫോർമാലിറ്റികളൊന്നുമില്ല. മാത്രമല്ല അവരുടെ വീട്ടിലേക്ക് നമ്മുടെ മകള് കല്യാണം കഴിഞ്ഞ് പോകുന്നത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. നീ അത് കുറിച്ചിട്ട് ഓർത്തൊന്നും ടെൻഷൻ ആവുകയൊന്നും വേണ്ട, നമുക്ക് എന്തായാലും പോയി കണ്ടിട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഇവർ പറയുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ മോളോട് ചെന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ്, വേണ്ട വേണ്ട, നീ മോളോടൊന്നും പറയുന്നും വേണ്ട, അവളോട് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളിപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും, പിന്നെ വരെയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട, നമുക്ക് അവിടെ ചെന്നിട്ട് അവളോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അതുവരെ അവളൊന്നും അറിയണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വർഷയോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞുകൊണ്ട് വർഷയുടെ അമ്മ വിളിക്കുകയാണ്. അപ്പോൾ വർഷ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ വർഷ ചോദിക്കുകയാണ്, ഇന്നും ഇഡലിയാണോ അമ്മ? എല്ലാ ദിവസവും ഇഡലിയും കഴിച്ചു മടുത്തു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയുകയാണ്, എനിക്കറിയാവുന്നതല്ലേ ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ, ഇവിടെ കുക്കൊന്നുമില്ലല്ലോ, ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കി തരുന്നത്, നീ ഉള്ളത് കഴിച്ചിട്ട് പോകാൻ പറയണം കേട്ടോ. അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ്, മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും കൂടെ പോകണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വർഷ പറയുകയാണ്, ഞാൻ എന്തിനാ അച്ഛൻ വരുന്നത്, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും കൂടെ പോയാൽ പോരെ, ഞാൻ വരേണ്ട കാര്യമുണ്ടോ, എനിക്ക് ഡബ്ബിങ്ങൊക്കെ ഉള്ളതാണ്, എനിക്ക് നാളെ ഒരുപാട് പിടിപ്പത് പണിയുണ്ട്, ഞാൻ വരില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയുകയാണ്, മോളെ, നീ അങ്ങനെ പറയരുത്, നീ വന്നേ മതിയാവുള്ളൂ, നീ കുട്ടിക്കാലത്ത് ഒരുപാട് തവണ ഇവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, നീ വലുതായതിന് ശേഷം അവരിതുവരെ നിന്നെ കണ്ടിട്ടില്ല, അവരെന്നോട് പറഞ്ഞു നിന്നെ കാണാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന്. അച്ഛൻ്റെ അഭിമാന പ്രശ്നമാണ് മോളെ, അവരെ നിന്നെയും കൂട്ടി വരാമെന്ന് ഞാൻ അവരോട് വാക്ക് കൊടുത്തതാണ്, നീ വരാതിരിക്കരുതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും വർഷം ആലോചിച്ചിട്ട് പറയാണ്, എന്തായാലും അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ വരാമെന്ന് പറയാണ് കേട്ടോ. എന്തായാലും ഇത് കേട്ടതും വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. വർഷയാണെങ്കിൽ ഈ ട്രിക്കൊന്നും അറിഞ്ഞിട്ടില്ല, കല്യാണം ഉറപ്പിച്ചതോ അല്ലെങ്കിൽ കല്യാണം ആലോചിക്കാൻ വേണ്ടി പോകുന്നതാണെന്നോ ഒന്നിനെ കുറിച്ചിട്ടും വർഷം അറിഞ്ഞിട്ടില്ല.
അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ശ്രുതിയുടെ അമ്മയും കൊച്ചൊക്കെ ഉണ്ട്. അപ്പോൾ കൊച്ചിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതിയുടെ അമ്മയോട് ശ്രുതി ചോദിക്കുകയാണ്, അമ്മ ഇപ്പം അമ്മയ്ക്ക് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അമ്മ പറയുകയാണ്, എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലടി, മരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് ഓക്കെ ആയി. അപ്പോൾ ശ്രുതി പറയുകയാണ്, അമ്മ മരുന്ന് കഴിച്ചിട്ട് ഓക്കെ ആയെന്ന് വിചാരിച്ചുകൊണ്ട് ഇനി മരുന്ന് നിർത്താനൊന്നും നോക്കിയൊന്നും വേണ്ട, പിന്നെ അമ്മ കുറച്ച് നാളത്തേക്ക് ഇവിടെ തന്നെ നിൽക്ക്, ഒന്ന് ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഉഷാറായതിന് ശേഷം നാട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട് ഇതൊക്കെ കേട്ടിട്ട് പറയുകയാണ്, എടി ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ നാട്ടിൽ ചെന്നാൽ അമ്മേനെ നോക്കാനായിട്ട് ആരും ഇല്ലല്ലോ, മാത്രമല്ല അമ്മയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കൊച്ചവിടെ ഒറ്റപ്പെട്ടു പോകും, എന്ത് ചെയ്യണമെന്ന് പോലും കൊച്ചിന് അറിയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, അവരിവിടെ നിർത്ത്. എവിടെ നിർത്താൻ? ഇവിടെ തന്നെ നിർത്ത്, ഈ വീട്ടിൽ തന്നെ. അപ്പോൾ പിന്നെ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊച്ചിനെ നോക്കുകയും ചെയ്യാം, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതറിയാനും പറ്റുമല്ലോ, അതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ്. അപ്പം ശ്രുതിയുടെ അമ്മയും പറയുകയാണ്, എടി ഈ കുട്ടി പറയുന്നത് തന്നെയാണ് ശരി, ഞാനിവിടെ നിൽക്കാം, അപ്പോഴാകുമ്പോൾ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയണം, അമ്മ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? അമ്മ ഇവിടെ നിന്നുകൊണ്ട് എന്നെ അവർക്ക് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, എൻ്റെ എല്ലാ സത്യങ്ങളും എൻ്റെ വീട്ടിൽ അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ കിടന്ന് കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ്, നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് എടി, എൻ്റെ അവസ്ഥ നിനക്കറിയാലോ, എപ്പോൾ വേണമെങ്കിലും ഞാൻ വീണ് പോവാം, ചിലപ്പോൾ ഒരു പക്ഷെ മരിച്ചു വരെ പോവാം, എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് ആരുണ്ടാവും എന്നുള്ള ടെൻഷനാടി എനിക്ക്. നിൻ്റെ കല്യാണം കഴിയുമ്പോൾ നീ അവനെക്കുറിച്ച് എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയാമെന്നല്ലേ പറഞ്ഞത്? ഇത്രയും ദിവസങ്ങളായിട്ടും നീ അവനെക്കുറിച്ച് ഒന്നും തന്നെ ആരോടും പറഞ്ഞില്ലല്ലോ. എടി, ഇവന് നീ അല്ലാതെ വേറെ ആരാണുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരിയും പറയുകയാണ്, അമ്മേ അത് ശരി തന്നെയാണ്, എടി കൊച്ചിന് നീ അല്ലാതെ വേറെ ആരാണുള്ളത് എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയാണ്, എടി നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട, നീ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തി എന്നെ പിടിപ്പിക്കാനായിട്ടുള്ള പണി നോക്കുകയാണല്ലേ, എന്തായാലും എനിക്കറിയാം എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണമെന്നുള്ളത്. അപ്പോഴത്തേക്കും ശ്രുതിയുടെ ഫ്രണ്ട് പറയുകയാണ്, നിനക്കറിയാം, ഒരുപാടറിയാം എടി, കല്യാണത്തിന് മുമ്പേ നിനക്ക് നിൻ്റെ കൊച്ചിനോട് ഒരു അഫെക്ഷനും ഉണ്ടായില്ല, ഇപ്പോൾ കല്യാണത്തിന് ശേഷം എന്ത് അഫെക്ഷൻ ഉണ്ടാവാനായിട്ടാണ്? പിന്നെ അമ്മയ്ക്ക് ഒരു കാര്യം അറിയോ, ഇവളുടെ അമ്മായിയമ്മയുടെ അടുത്ത് ഇവളുടെ അച്ഛനും അമ്മയൊക്കെ, അമ്മ മരിച്ചുപോയി, അച്ഛൻ മലേഷ്യയിൽ എന്ത് വലിയ ബിസിനസ്മാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോണ അടിച്ചു വിട്ടിട്ടാ അവളുടെ അമ്മായിയമ്മ അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ദിവസം ഉറപ്പാണ് ഇവളുടെ കള്ളങ്ങളൊക്കെ പിടിക്കപ്പെടും. ഇവളീ പറഞ്ഞത് മുഴുവൻ നോണയാണെന്ന് അവളുടെ അമ്മായിയമ്മയും കുടുംബക്കാരും ഒക്കെ അറിയും. അപ്പോൾ ഈ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന അമ്മായിയമ്മ തന്നെ നിലത്തോട്ടിട്ട് ഓടിച്ചിട്ട് അടിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിനുള്ള എല്ലാ പരിപാടിയും ഇവൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇരിക്കുന്നത്. എന്തായാലും ഒരു ദിവസം പിടിക്കപ്പെടും. അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ ചോദിക്കുകയാണ്, എടി നീ നിൻ്റെ കുഞ്ഞിനെ ഇതുമാതിരി അകറ്റി നിർത്തുന്നത് അത് എത്രത്തോളം ന്യായമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ശ്രുതി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി വേഗം തന്നെ ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, അമ്മയാണ് എന്നോട് ന്യായവും അന്യായത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അമ്മ ഒറ്റരുത്തി കാരണം ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നത്. എനിക്കിഷ്ടമല്ലാഞ്ഞിട്ട് പോലും എന്നെ ഒരു നരകക്കുഴിയിൽ കൊണ്ട് ചാടിച്ചില്ലേ, അതിൻ്റെ ഫലമല്ലേ ഇവൻ. ഇപ്പോൾ ഈ അനുഭവിക്കുന്നത് മുഴുവൻ അമ്മ അന്നെടുത്ത ആ വൃത്തികെട്ട തീരുമാനം കാരണമാണ്, എന്നിട്ട് എന്നോട് ന്യായം പറയുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ സമയത്ത് അമ്മ പറയുകയാണ്, എടി നീ കരുതുന്നത് പോലെയല്ല, സച്ചിയും രേവതിയും വളരെ നല്ല കുട്ടികളാണ്. അവരോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നിന്നെ അവർ ഹെൽപ്പ് ചെയ്യും. ഉറപ്പായിട്ടും നിൻ്റെ ഭാഗത്ത് നിന്ന് ആ പെൺകുട്ടി ചിന്തിക്കുകയും ചെയ്യും. സച്ചിയോടും മൃദുവായിട്ടത് പറഞ്ഞ് മനസ്സിലാക്കി നിനക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ കുഞ്ഞിനെയും നിൻ്റെ കൂടെ നിർത്താനായിട്ട് അവർ സമ്മതിക്കും, അത് ഉറപ്പാണെന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യം ഇങ്ങനെ ഇരച്ചരച്ച് വരിക കേട്ടോ. അപ്പോൾ ശ്രുതി വേഗം തന്നെ കയ്യിലിരുന്ന ആ ഒരു പ്ലേറ്റ് എടുത്ത് ഒറ്റേറാണ് പ്ലേറ്റിലിരുന്ന ചോറും പ്ലേറ്റും ഒക്കെ കൂടി 2-3 കഷ്ണമായിട്ട് പൊട്ടി നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ. നിലത്ത് വീട് പൊട്ടുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരി ചോദിക്കുകയാണ്, എടി നീ ഇതെന്തായി ചെയ്യുന്നത്? നിനക്ക് വല്ല പ്രാന്തുണ്ടോ? കൊച്ചിതൊക്കെ കണ്ട് പേടിക്കുന്നത് കണ്ടില്ലേ? അമ്മ ചോദിച്ചതിൽ വല്ല തെറ്റുണ്ടോ? നീ എന്തിനിങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത്? എല്ലാവർക്കും സച്ചിൻ രേവതിയും അത്ര നല്ലവരായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവരത്ര നല്ലവരല്ല. അവരുടെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയും വേണ്ട, ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് ശ്രുതിയുടെ അമ്മ പറയുകയാണ്, എൻ്റെ പൊന്ന് ശ്രുതി, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് ഇവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യ കാരണം ഞാൻ നിന്നോട് പറഞ്ഞു പോയതാണ്. എത്രയും വേഗം ഞാൻ ഇവനെയും കൂട്ടിയിട്ട് തിരിച്ച് പൊയ്ക്കോളാം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, അത് തന്നെയാണ് നല്ലത്, ഇനി ഇവിടെ അധികം ദിവസം നിൽക്കണ്ട, തിരിച്ച് നാട്ടിലേക്ക് തന്നെ പൊയ്ക്കോളാൻ പറയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ വർഷയുടെ അമ്മ റെഡിയായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വർഷയുടെ അച്ഛൻ ചോദിക്കുകയാണ്, എടി എത്ര നേരമായി നീ റെഡി ആവുന്നു? അവർ കുറേ നേരമായിട്ടുണ്ടാവും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എവിടെ മോൾ എന്തേന്ന് ചോദിക്കുകയാണ്. അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അച്ഛൻ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, അവളോട് പോകുന്ന സമയത്തൊന്നും ഇക്കാര്യത്തെക്കുറിച്ച് പറയണ്ട, എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരില്ല, അത് മുടങ്ങിപ്പോവും, അതുകൊണ്ട് ഒന്നും മിണ്ടണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും വർഷയുടെ അമ്മ പറയുകയാണ്, അല്ല അവളോട് പറയാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പെണ്ണ് കാണാനായിട്ടാണ് കൊണ്ടുപോയത് എന്നുള്ളത് അവൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ വർഷയുടെ അച്ഛൻ പറയുകയാണ്, ആ കാര്യം അവൾ പിടിവാശിക്കാരിയൊക്കെ ആണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് അവൾക്ക് താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വീട്ടിൽ വരുന്നത് വരെ അവൾ
ഒരാളും മിണ്ടാതെ ശാന്തരായിട്ട് അവിടെ തന്നെ ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നീ ആയിട്ടൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വർഷ വരികയാണ്. അപ്പോൾ ഒരു ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ടാണ് വർഷ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന വർഷയുടെ അച്ഛൻ പറയുകയാണ്, ഈ കോലത്തിലാണോ മോളെ നീ അങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വർഷയുടെ അമ്മയും ചോദിക്കുകയാണ്, എടി നിനക്ക് ഒരു സാരിയെ കൊടുത്തിട്ട് വന്നൂടെ എന്ന് ചോദിക്കുകയാണ്. വർഷ പറയുകയാണ്, എന്തിനാ ഞാൻ സാരിയെ കൊടുത്തിട്ട് വരുന്നത്, ലഞ്ച് കഴിക്കാനായിട്ടല്ലേ പോകുന്നത്, അപ്പോൾ ഇതുപോലെ ജീൻസും ടോപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയണം, ഓ അത് പിന്നെ മോളെ അവിടെ ഒരു പൂജയുണ്ട്, പൂജ ഉള്ളത് കൊണ്ടിട്ടാണ് മോളോട് സാരി ഉടുക്കാൻ പറഞ്ഞത്, വേറൊന്നും കൊണ്ടിട്ടല്ല എന്ന് പറയാണ്. വർഷ പറയാണ്, അച്ഛൻ ഞാൻ 1 മണിക്കൂർ മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യുള്ളൂ, തിരിച്ച് വന്നിട്ട് എനിക്ക് ഡബ് ചെയ്യാനായിട്ട് കൂടിയുണ്ട്, പിന്നെ സാരി കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഒരുപാട് സമയം എടുക്കും, ഈ കോലത്തിൽ അങ്ങ് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വർഷയുടെ അമ്മ പറയാണ്, അത് പോരടി, നമ്മുടെ നാട്ടുകാരല്ലേ, മാത്രമല്ല പൂജയൊക്കെ അല്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് നീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒട്ടും നന്നാവില്ല, ട്രഡീഷണലായിട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ്. അപ്പോൾ വർഷ പറയാണ്, എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷം അങ്ങ് പോവാണ് കേട്ടോ. വർഷം പോയതും വർഷയുടെ അമ്മ പറയാണ്, ഞാനും കൂടെ പോയിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്യട്ടെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയണം, നീ ഒരുങ്ങി തന്നെയല്ലേ ഇരിക്കുന്നത്, ആ ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും ഒന്നും കൂടെ ടച്ചപ്പ് ചെയ്യട്ടെ, എങ്ങാനും ആ പയ്യൻ്റെ അമ്മ എന്നെ കാണുമ്പോഴേ നല്ല ഭംഗിയുണ്ടെന്നും അതുപോലെ തന്നെ ഞാൻ വളരെ ചെറുപ്പമാണെന്നൊക്കെ ഫീൽ ചെയ്യിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയണം, ദൈവമേ എന്തൊരു കോലം അത് എന്ന് പറയാം കേട്ടോ മനസ്സിൽ. അങ്ങനെ വർഷയുടെ അമ്മയും പോയിട്ട് ഒരുങ്ങാണ്. അതെല്ലാം കഴിഞ്ഞ് വർഷയുടെ അച്ഛനും അമ്മയും പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് വർഷ ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് വർഷയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ കൺകുളിർക്കുകയും ഇങ്ങനെ നോക്കാണ് മോളെ. നല്ല ഭംഗിയുണ്ട് സാരിയൊക്കെ ഉടുത്ത് വർഷം വന്ന് കണ്ടിട്ട്. അപ്പോഴത്തേക്കും അമ്മ പറയണേ, ഇടി എന്തൊരു ഭംഗിയുണ്ടെന്നറിയോ നീ സാരി ഉടുത്ത് വരുന്നത് കണ്ടിട്ട്. അപ്പോഴത്തേക്കും വർഷ വയ്ക്കുകയാണ്, ഞാനെന്തോ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്നത് പോലെയാണല്ലോ അച്ഛൻ്റെ അമ്മയുടെയും ഒരു മുഖം കണ്ടാൽ തോന്നുന്നത്, ഈ സാരി ഉടുക്കുന്നതിന് എന്താ ഇത്ര വലിയ പ്രത്യേകത, ഞാനിങ്ങനെ പൂജയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സാരി ഉടുത്താണെന്ന് അറിയണം. അപ്പോഴേക്കും അച്ഛൻ പറയണം, മോളെ ഇപ്പം നിന്നെ കാണാനായിട്ട് മഹാലക്ഷ്മിയുടെ പോലെയുണ്ട്. അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയാണ് കേട്ടോ, ഇപ്പം നിന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കല്യാണ കലയൊക്കെ മുഖത്ത് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും വർഷ വയ്ക്കുകയാണ്, എന്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷയുടെ അച്ഛൻ പെട്ടെന്ന് കണ്ണടിച്ച് കാണിക്കുകയാണ്, അല്ല മോളെ കണ്ടു കഴിഞ്ഞാലേ ഒരു കല്യാണ പെണ്ണിനെ പോലെ ഉണ്ട് എന്നാണ് അമ്മ ഉദ്ദേശിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ വർഷ പറയാണ്, ഓ അതാണ് ഉദ്ദേശിച്ചത്, സമയമായില്ലേ നമുക്ക് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വർഷയുടെ അമ്മ അറിയാതെ പറയുകയാണ്, പെണ്ണ് കാണാൻ അവരെല്ലാവരും റെഡി ആയിട്ടുണ്ടാവും എന്ന് പറയാം കേട്ടോ. അപ്പോൾ വർഷ വയ്ക്കുകയാണ്, എന്ത് പെണ്ണ് കാണാനേട്ടോ. അപ്പോഴത്തേക്കും അച്ഛൻ പറയണം, അതല്ല മോളെ കുറേ വർഷത്തിന് ശേഷം അവർ ആദ്യമായിട്ട് കാണുകയാണല്ലോ, അപ്പോൾ മോളെ കാണാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും അവർ, അതാണ് നിൻ്റെ അമ്മ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയാണ്. വർഷക്കൊരു ഡൗട്ട് അടിക്കുകയാണ്. എന്നാലും വർഷം പറയാണ്, ശരി എന്തായാലും ഞാൻ വരാം, 1 മണിക്കൂർ മാത്രമേ ഞാൻ അവിടെ നിൽക്കുള്ളൂ, അതിനുശേഷം എനിക്ക് ഡബ്ബിങ് ഉണ്ട്, വേഗം പാന്ന് പറയാണ്. അങ്ങനെ അച്ഛനും അമ്മയും വർഷയും കൂടെ ആ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിയുടെയും രേവതിയുടെയൊക്കെ വീടാണ് കേട്ടോ. അപ്പോൾ രേവതി ആണെങ്കിൽ ശ്രീകാന്തിന് ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്ത് ഇനിയും കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ്, ഏട്ടത്തി എനിക്ക് നേരത്തെ ജോലിക്ക് പോകണം, അതുകൊണ്ട് എനിക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ അമ്മ വരികയാണ്, ചന്ദ്ര വരികയാണ്. ചന്ദ്ര വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, എന്താ ശ്രീകാന്ത് നീ എവിടേക്ക് പോകാനായിട്ട് എത്ര ധൃതിപ്പെട്ട് ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, അല്ലാതെ എവിടെ പോകാനായിട്ടാന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, റെസ്റ്റോറൻറ്റിൽ പോകാനോ ഇന്നോ? എന്താ റെസ്റ്റോറൻറ്റിൽ പോയാൽ? എടാ ഇന്ന് നിന്നെ കാണാനായിട്ട് കുറച്ച് കൂട്ടർ വരുന്നുണ്ട്, പെണ്ണിൻ്റെ വീട്ടുകാരാണ് വരുന്നത്, വലിയ കുടുംബമാണ് അവർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അതല്ലേ പറഞ്ഞത് അമ്മേ, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, പിന്നെ ആ മാമനാണെങ്കിൽ ഈ വീട്ടിലേക്ക് പെണ്ണിനെ തരില്ലാന്ന് ഇന്നലെ തന്നെ പറഞ്ഞല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, പിന്നെ അയാളുടെ മോള് ഇവിടെ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, അയാൾക്ക് മാത്രമേ മോളുള്ളൂ. എടാ ഇത് എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ മോളാണ്, നല്ല സുന്ദരിയാണ്, നിനക്ക് പറ്റിയ ബന്ധമാണ്, അവരിന്ന് നിന്നെ കാണാൻ വരുന്നുണ്ട്, നീ എന്തായാലും ഇവിടെ നിൽക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ്, അമ്മ എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയണം, നിനക്കിപ്പോൾ എത്ര വയസ്സായെന്ന് നിൻ്റെ വിചാരം, നിനക്ക് കല്യാണമൊന്നും കഴിക്കണ്ടേ? ശ്രീകാന്ത് പറയാണ്, അതെ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു, എനിക്കിപ്പോൾ തന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇനി പെണ്ണിനെ കിട്ടില്ല, എന്തായാലും ഇപ്പോൾ ആലോചിക്കേണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് സച്ചി വരികയാണ്. സച്ചി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ സച്ചി. ആ സമയത്ത് ശ്രീകാന്തിനോട് അമ്മ പറയാണ്, എടാ നീ ഒന്ന് ചിന്തിച്ച്, നിൻ്റെ അച്ഛൻ കൊണ്ടുവന്നേക്കണത് പോലത്തെ ലോക്കൽ ബന്ധമൊന്നുമല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, നല്ല വലിയ വീട്ടിലെ ബന്ധമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സുധിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രേവതി പറയാണ്, അമ്മേ ഇങ്ങനെ അവന് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് അവനെ കമ്പൽ ചെയ്യേണ്ട കാര്യമില്ല, പെൺകുട്ടിയെ അവന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിട്ട് പോരെ കല്യാണം ഉറപ്പിക്കലും കാര്യങ്ങളൊക്കെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, നിന്നോട് ആരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചോ?
വലിയ വീട്ടിലെ എൻ്റെ മോനെ പോലത്തെ സുന്ദരമായ പയ്യന്മാരെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടും തട്ടിയെടുക്കാനായിട്ടും ഈ ഭാഗത്ത് കിടക്കുന്ന ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഒരു ഗതിയും പരഗതി ഇല്ലെങ്കിലും എൻ്റെ മകൻ്റെ മേത്താണ് അവരുടെ നോട്ടം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക, നീ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞൊന്നുമല്ല, ഇവിടെ അങ്ങനെ ചില ആൾക്കാരുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തായാലും മോനെ അങ്ങനെ കണ്ണി കണ്ടവർക്കൊന്നും കൊത്തിയെടുത്ത് പറക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയാണ് കേട്ടോ. ഇപ്പോൾ ശ്രീകാന്ത് പറയാണ്, എനിക്ക് കല്യാണം ആവശ്യമുള്ളപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞോളാം, അമ്മ എൻ്റെ കല്യാണത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ടെന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര വേഗം തന്നെ പറയാണ്, എടാ മോനെ നീ അങ്ങനെയൊന്നും പറയരുത്, വലിയ കുടുംബക്കാരാണ് ഇവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ അത്രയും വലിയ സ്വത്തുള്ള ആൾക്കാരല്ല, എന്നിരുന്നാലും അതിനടുത്തൊക്കെ വരുന്ന വലിയ കുടുംബക്കാർ തന്നെയാണ് ഇവർ. അപ്പോൾ ഈ കല്യാണം നടക്കുകയാണെങ്കിൽ നിനക്ക് ഹോട്ടലിട്ട് തരൂടെ അവർ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ്, എങ്കിൽ പിന്നെ നല്ല കാര്യമാടാ ശ്രീകാന്തേ, വലിയ ആൾക്കാരല്ലേ, നീ ഒരു കാര്യം ചെയ്യും, ആ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ട് നമ്മുടെ സുധീനെ അപ്പോയിൻമെൻറ്റ് ചെയ്തേക്കെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും സുധി പറയാണ്, എന്തിന്, എനിക്കിപ്പോൾ ജോലി ഉണ്ടല്ലോ. അപ്പോഴേക്കും സച്ചി പറയാണ്, നിനക്കിപ്പോൾ ജോലിയുണ്ട്, എന്തായാലും നീ അധികം ദിവസം ആ ജോലിക്ക് സ്ഥിരമായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും നിനക്ക് എൻ്റെ പൈസ തിരിച്ചു തരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നിന്നെ അവിടെ റിസപ്ഷനിസ്റ്റായിട്ട് ഇരുത്തുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരാം കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ, ശ്രുതിയുടെ അത്രയും പണമുള്ളവരാണോ ഇവൻ കെട്ടാൻ പോകുന്ന ആ പെണ്ണും? അങ്ങനെയാണെങ്കിൽ ശ്രുതിയുടെ വില കുറഞ്ഞു പോകുമല്ലോ. അമ്മേ, എന്തിനാണമ്മേ ഇവൻ ഇത്രയും വലിയ പൈസക്കാരെയൊക്കെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവനതൊന്നും സെറ്റാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, നീ എന്താണ് അങ്ങനെ പറഞ്ഞത്? ഇവൻ വെറുതെ ഒരു ഷെഫല്ലേ. അപ്പോൾ പിന്നെ ഈ കുക്ക് ചെയ്യുന്ന ഇവനൊക്കെ ആരാണ് ഇത്ര വലിയ പൈസക്കാർ പെണ്ണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയണം, എടാ ഞാൻ ഷെഫാണെന്ന് പറയാണ്. നീ എന്ത് തന്നെയാണെങ്കിലും കുക്കിംഗ് അല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് വലിയ മഹത്വമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടതും സച്ചി പറയാണ്, എടാ കുക്കിംഗ് ഒരു ചെറിയ കാര്യമൊന്നും അല്ല എന്ന് സച്ചി പറയുകയാണ്. കുക്കിങ്ങിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്, അല്ലാതെ നിന്നെപ്പോലെ വെറുതെ ഒരു ജോലിയും കൂലിയില്ലാതിരിക്കുന്നവന്മാർക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ ജോലി ഉണ്ടെന്ന് പറയുന്നു, അതിന് തികച്ചു പോകുമെന്നുള്ളത് പോലും കണ്ടറിയണം എന്നൊക്കെ സച്ചിയും പറയാണ്. എടാ പാചകം അത്ര എളുപ്പമൊന്നുമല്ല, ഹോട്ടലിൽ ഒരു 100 പേർക്ക് മുകളിൽ എല്ലാ ദിവസവും വരും. അപ്പോൾ ഈ 100 പേർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിലും നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, വീട്ടിൽ എത്ര പേരുണ്ടോ അവരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ ഭക്ഷണവും പാകം ചെയ്യേണ്ടത്. ഒരിത്തിരി ഉപ്പ് കൂടിയാലോ മുളക് കൂടിയാലോ ഒക്കെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതെല്ലാം നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കലയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ നീ വായി തോന്നുന്ന രീതിക്ക് സംസാരിക്കാൻ നിൽക്കരുതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, എൻ്റെ പൊന്ന് സ്തുതി, എന്തായാലും നിൻ്റെ അമ്മ ഒരിക്കലും എൻ്റെ ജോലിയെ മതിച്ചിട്ടൊന്നുമില്ല, അതുപോലെ നീയും ആവരുത്. എല്ലാത്തിനും ഓരോരോ കഴിവ് വേണം. എന്ത് ചെയ്യണമെങ്കിലും നിനക്കറിയാവുന്ന കാര്യം മാത്രമാണ് ശരിയെന്ന്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലുതെന്നും നീ ചിന്തിക്കരുതെന്ന് പറയാണ്. അപ്പോഴേക്കും സ്തുതി പറയാണ്, അതുകൊണ്ടൊന്നും അല്ല അച്ഛൻ ഞാൻ പറഞ്ഞത്, ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ പെൺകുട്ടിയാണെങ്കിൽ ഇവനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, അതുമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയാണ്, എടാ നീ അധികം ഉദ്ദേശിക്കുകയൊന്നും വേണ്ട, അധ്വാനിച്ച് ജോലി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വല്ല ധാരണയുണ്ടോയെന്ന് നോക്കിയാണ്. അപ്പോഴേക്കും സ്തുതി പറയാണ്, എനിക്ക് നിങ്ങളുടെ പോലെ അധ്വാനിച്ച് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാനേ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ, എൻ്റെ ബുദ്ധി ഉപയോഗിച്ചാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയണം, അതെനിക്ക് നന്നായിട്ട് അറിയാം, നിൻ്റെ ബുദ്ധിയല്ലേ, നിൻ്റെ ബുദ്ധി കള്ള ബുദ്ധി, നീ അച്ഛൻ്റെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് അതനുസരിച്ച് നീ ജീവിക്കുന്നവനല്ലേ, അപ്പോൾ നിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ് നീ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ്, നിങ്ങളെന്തിനും ഇങ്ങനെയൊക്കെ കിടന്ന് കേൾപ്പിക്കുന്നത് സച്ചി? ഇപ്പോൾ ശ്രീകാന്തിൻ്റെ കല്യാണത്തെക്കുറിച്ചിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ സച്ചി ശ്രീകാന്തിനോട് പറയണം, എടാ ശ്രീകാന്ത്, നീ ആരെ കിട്ടുന്നു എങ്ങനെ കിട്ടുന്നു എനിക്കതിനൊന്നും ഒരു ടെൻഷനുമില്ല, നീ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോ, പക്ഷേ നമ്മുടെ അച്ഛനെ ബഹുമാനിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ നീ പെണ്ണിനെ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ശ്രീകാന്ത് ആകെ ഞെട്ടുക കേട്ടോ. കാരണം വർഷയുടെ കുടുംബമായിട്ട് ഇവരുടെ ഫാമിലിക്ക് പ്രശ്നമുണ്ട്, ഇവരുടെ അച്ഛന് പ്രശ്നമുണ്ട്, അപ്പോൾ എന്തായാലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ശ്രീകാന്തിന് തിരിച്ചറിയുകയാണ്, അല്ലെങ്കിൽ ശ്രീകാന്ത് മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ള പത്രമാറ്റിൻ്റെ 2 അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരാം കേട്ടോ. അതുവരെ ടാറ്റാ.